സ്വാഗതം. പ്രഭാത ടാരോ അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ പ്രദീപരൻ, താങ്കളുടെ ടാരോ അധ്യാപകൻ. എന്ത് സന്ദേശമാണ് ഇന്ന് യൂണിവേഴ്സ് ഞങ്ങൾക്ക് നൽകുന്നതെന്ന് ചോദിക്കുന്നത്. ഒരു കാർഡ് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ എനർജി ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഞങ്ങൾക്ക് തരുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. എന്താണ് എനർജി ഓഫ് ദ ഡേ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. ഈ കാർഡ് ശരിക്കും പറയുന്ന ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിൻ്റെയും ഈവുമാണ് ശരിക്കുള്ള ടാരോ കാർഡിൽ കാണാൻ കഴിയുക. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മൾ കുടുംബമായിട്ട് ചേർന്നിരിക്കും, ജീവിതത്തിലെ തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കും, നമുക്ക് നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും, അതായത് ഐക്യം എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണ് താങ്കളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുമിച്ച് എന്താ പറയുക, ഒരു ഇതിലേക്കുള്ള ഊർജ്ജമാണ് താങ്കളിലേക്ക് ഇന്ന് വരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സ്, ആര് തന്നെയായാലും, ഇനി മക്കളുമായിട്ടാണ് നമുക്കൊരു പിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ്, അതായത് ഏഞ്ചൽ ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്. എന്താണ് ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ ബ്രൂം എന്ന് പറയുന്ന കാർഡാണ്. ബ്രൂം എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കുള്ള ഇതിൽ നമുക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കണമെന്ന് പറയുമല്ലോ. അപ്പോൾ മനസ്സ് ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ശരീരം, വീട് എല്ലാം വൃത്തിയാക്കുന്നത്, പക്ഷേ മനസ്സ് എന്ന് പറയുന്നതിനുള്ളിൽ നമ്മളിപ്പോഴും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്ങൾ, അല്ലെങ്കിൽ മുൻകാല പരാജയങ്ങൾ ഇതെല്ലാം കൊണ്ടടക്കുകയാണ്. ഇടയ്ക്ക് അതും ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഇതെന്ന് പറയുന്നത് പഴയതെല്ലാം മറന്ന് പുതിയൊരാളാവാനാണ് പറയുന്നത്. എങ്ങനെയാണോ ഒരു പുഴു ബട്ടർഫ്ലൈ ആയി മാറുന്നത്, അതേപോലത്തെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടും മേജർ ആർക്കാനാന്ന് പറയും. അതായത് ആത്മീയ പാഠങ്ങളാണ് താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്ത് പ്രതീക്ഷിക്കാം, എവിടെ എന്ത് ആക്ഷൻ എടുക്കേണ്ടത് ചോദിച്ചപ്പോൾ നമുക്ക് ദ ഹീറോഫൻ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ കാർഡ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിവ് ഷെയർ ചെയ്യുക, സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന കാർഡാണ്. അപ്പോൾ ഇന്നത്തെ 3 കാർഡുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ ഊർജ്ജങ്ങളാണ് താങ്കളിലേക്ക് വരുന്നത്. അതായത് ഇന്ന് താങ്കളുടെ കയ്യിലല്ല കാര്യങ്ങൾ, എല്ലാം യൂണിവേഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ്, സ്വയം ഒരു ഇതിലേക്ക് തയ്യാറാവുക, അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ വിഷ് യു എ വെരി ഗുഡ് ഐഡിയ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.